ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പ്രവൃത്തിയിൽ ഏർപ്പെടാത്തവരുടെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും. ബട്ട് ഡിഡ് യു നോ ഇതുമൂലം കാഴ്ചക്കുറവ്, മുടികൊഴിച്ചിൽ, മസിൽ ലോസ്, കുറഞ്ഞ പ്രതിരോധശേഷി, ഇൻഫെർട്ടിലിറ്റി ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്ന്? കുറച്ച് കാലങ്ങളായി നോ ഫാപ്പ് അഥവാ സ്വയംഭോഗം ചെയ്യാതിരിക്കുന്നത് ഒരു സ്റ്റാറ്റസ് ട്രെൻഡായി മാറി വരികയാണ്. ആൻഡ് ഇതിൻ്റെ ബെനിഫിറ്റ്സുകൾക്കാണെങ്കിൽ ഒരു അവസാനവുമില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രഹ്മചര്യ ആൻഡ് നോ ഫാപ്പ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും സ്ട്രോങ് ആൻഡ് പോപ്പുലർ ആയതുമായ അവകാശവാദങ്ങൾ ഓരോന്നോരോന്നായി പൊളിച്ചെടുക്കാം. അതായത് നമ്മൾ നോ ഫാപ്പ് ചാലഞ്ച് ഏറ്റെടുത്ത് ഏകദേശം 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റെറോന്റെ അളവ് 45% വർദ്ധിക്കും. 2003 ചൈനയിൽ നടന്ന ഈ ഒരു പഠനമാണ് നോ ഫാപ്പ് കമ്മ്യൂണിറ്റി അവരുടെ ക്ലെയിംസ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് യെസ്, ഇത് എക്സ്പേർട്സ് റിവ്യൂ ചെയ്ത് അംഗീകരിച്ച ഒരു പഠനം കൂടിയാണ്. ബട്ട് പ്രശ്നം എന്തെന്നാൽ ഇതിന്റെ ഒരു വശം മാത്രമാണ് ഇവർ നമ്മെ കാണിക്കുന്നത്. പഠനങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഇജാക്കുലേഷൻ കഴിഞ്ഞ് 7-ാം ദിവസം പുരുഷന്മാരുടെ ശരീരത്തിൽ ഒരു ടെസ്റ്റോസ്റ്റിറോൺ സ്പൈക്ക് ഉണ്ടാകുന്നുണ്ട് എന്നാണ്. വ്യക്തമായി പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ഏതാണ്ട് 45% വരെ കൂടുകയും പെട്ടെന്ന് തന്നെ അത് നോർമൽ ലെവൽസിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പും ശേഷവുമുള്ള ദിവസങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽസിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആൻഡ് ഇത്തരത്തിലുള്ള ഒരു സ്പൈക്കിന് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി ഇതുമൂലം ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് കരുതിയാലും അതിനൊരു നിലനിൽപ്പുണ്ടാകില്ല. കാരണം ഇവിടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽസ് പെട്ടെന്ന് തന്നെ നോർമൽ ആകുന്നുണ്ട്. ഓൾസോ ഇത് വളരെ കുറച്ച് പേരെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പഠനമായിരുന്നു. സോ ഇതിൻ്റെ റിസൾട്ട്സിനെ നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ സാധിക്കില്ല. അടുത്തതായി വളരെ പോപ്പുലറായ ആൻഡ്രി ഹ്യൂബർമാൻ എന്ന ന്യൂറോ സയൻറ്റിസ്റ്റിൻ്റെ വൈറലായ ഒരു വീഡിയോ ക്ലിപ്പ് നോക്കാം. Turns out there are 2 studies that I could find that were quality studies on PubMed that address this, that sex and ejaculation itself does not reduce testosterone levels. However, abstinence or sex without ejaculation for a week or more will increase testosterone levels up to 400%. അദ്ദേഹം പറഞ്ഞതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പഠനം നടന്നിട്ടില്ല. നോ ഫാപ്പിനെയും ടെസ്റ്റോസ്റ്ററോൺ ലെവൽസിനെയും ലിങ്ക് ചെയ്യുന്ന പബ്മെഡിൽ അവൈലബിളായ 2 പഠനങ്ങളാണ് ഇതിൻ്റെ എവിഡൻസായി അദ്ദേഹം റെഫർ ചെയ്തിരിക്കുന്നത്. ഇതിലൊന്ന് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത പഠനമാണ്. ആൻഡ് രണ്ടാമത്തേത് വെറും 10 പേരെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പഠനമായിരുന്നു. ആൻഡ് അതിലും 400% കണക്ക് എവിടെയും കാണിക്കുന്നില്ല. ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സോളോ പോഡ്കാസ്റ്റിൻ്റെ ക്ലിപ്പാണ്. സോ ചാൻസസ് ആർ ഇത് അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധമാണ്. എന്തെന്നാലും കേട്ട പാതി കേൾക്കാത്ത പാതി ചില ഇൻഫ്ലുവൻസേഴ്സ് ഇതങ്ങ് ഏറ്റെടുത്തു. There is one practice that has been shown to 400% your testosterone. That is a steroid level increase. ഇനി നമുക്ക് ആയുർവേദത്തിലേക്ക് പോകാം. ആയുർവേദത്തിലെ ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റായ സുശ്രുത സംഹിതയിൽ വിവരിച്ചിരിക്കുന്നത് പ്രകാരം നമ്മൾ കഴിച്ച ഭക്ഷണം പല സ്റ്റേജുകളിലൂടെ കടന്നുപോയി രക്തമായി, മാംസമായി, അസ്ഥിയായി, അവസാനം വീര്യം അഥവാ സീമനായി മാറും. ഈ കാരണവശാൽ സീമന് വളരെയധികം മൂല്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലാസ്മ ഫോർമേഷൻ ശരീരത്തിലെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ പ്രക്രിയയുടെ കൂടെ നടക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അല്ലാതെ 5-6 ദിവസമെടുത്ത് നടക്കുന്ന ഒന്നല്ല. പിന്നെ രക്തമുണ്ടാകുന്നത് നമ്മുടെ ബോൺ മാരോയിലെ സ്റ്റെം സെൽസിൽ നിന്നാണ്, ബൈ എ പ്രോസസ് കോൾഡ് ഹെമാറ്റോപോയിസിസ്. കൂടാതെ എല്ലാ ദിവസവും ഒരു ഹെൽത്തി അഡൾട്ടിൻ്റെ ശരീരത്തിൽ 10 ബില്യൺ മുതൽ 100 ബില്യൺ ബ്ലഡ് സെൽസ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സോ ഇതിനും 5-6 ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇനി മസിൽസ് ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും പ്രോട്ടീൻ സിന്തസിസ് മൂലമാണ്, അല്ലാതെ രക്തം മസിലായി മാറുന്ന പരിപാടിയൊന്നും ഇവിടെയില്ല. ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള വ്യക്തിക്കറിയാം ബ്ലഡിൻ്റെ ജോലി നമ്മുടെ കോശങ്ങളിലേക്ക് ഓക്സിജനും മറ്റ് ന്യൂട്രിയൻസും എത്തിക്കുന്നതും അവിടുത്തെ വേസ്റ്റ് നീക്കം ചെയ്യുന്നതുമാണെന്ന്. ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ സുശ്രുത മഹർഷി AKA ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജറി ജീവിച്ചിരുന്നത് 1000-800 BC ഇടയിലായിരുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും പഠിക്കാനുമുള്ള ടൂൾസോ ടെക്നോളജിയോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കുവെച്ച എല്ലാ അറിവുകളും വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ശരിയല്ല.